സങ്കല്പിക്കുക, ലോകത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന പശ്ചിമേഷ്യയിലെ ആ ആകാശത്ത് പെട്ടെന്നൊരു പ്രകാശം. മിസൈലുകൾ മഴവില്ല് പോലെ വിരിഞ്ഞു നിൽക്കുന്നു. ടെഹ്റാനിലെ അതീവ സുരക്ഷിതമായ ബങ്കറുകൾ തകർക്കപ്പെടുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് വെറുമൊരു കൊലപാതക വാർത്തയല്ല, മറിച്ച് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സൈറനാണ്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ഹൃദയത്തിൽ തൊടുത്ത ആ ഒരു അമ്പ് ഇപ്പോൾ ആഗോള അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ള രാജ്യം തങ്ങളുടെ ആത്മീയ നേതാവിന്റെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ച് പടക്കപ്പലുകളും ഡ്രോണുകളും ഇറക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറുമൊരു യുദ്ധ വാർത്തയല്ല. വരും ദിവസങ്ങളിൽ നമ്മുടെ പെട്രോൾ പമ്പിലെ വിലയെ, നമ്മുടെ സഹോദരങ്ങൾ ജോലി ചെയ്യുന്ന ഗൾഫ് നാടുകളിലെ, എന്തിന് ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ വരെ ഈ യുദ്ധം എങ്ങനെ കീഴ്മേൽ മറിക്കും എന്നാണ്. ഇറാന്റെ പക്കലുള്ള ആ രഹസ്യ ആയുധങ്ങൾ എന്തൊക്കെയാണ്? മലനിരകൾക്കുള്ളിലെ മിസൈൽ നഗരങ്ങളിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഭാരതം ഈ യുദ്ധത്തിൽ ആരുടെ പക്ഷത്താണ്? നമുക്ക് ഇതെല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം. ലോകം ഇതുവരെ കാണാത്ത ഈ മഹാസംഘർഷത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇത് ചരിത്രം മാറുന്ന നിമിഷമാണ്. വീഡിയോ അവസാനം വരെ കാണണം, കാരണം ഇതിലെ ഓരോ സെക്കൻഡും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെയും ബാധിക്കുന്നതാണ്. ആയത്തുള്ള അലി ഖമേനി ഇറാൻ വെറും ഒരു ഭരണാധികാരിയല്ല. 1989 മുതൽ ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ പരമോന്നത ശക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇറാനിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ദൈവകൽപ്പനയാണ്. അങ്ങനെയുള്ള ഒരാളെ ശത്രുക്കൾ ഇല്ലാതാക്കുമ്പോൾ അത് ഇറാന്റെ സൈനിക പരാജയമല്ല, മറിച്ച് അവരുടെ അന്തസ്സിനും അസ്തിത്വത്തിനും ഏറ്റ മുറിവാണ്. ഇസ്രയേലിലും മൊസാദും അമേരിക്കയുടെ CIA സംയുക്തമായി നടത്തിയ ഈ മിന്നൽ ആക്രമണം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇതോടെ ഇറാൻ തങ്ങളുടെ റെസിസ്റ്റൻസ് ആക്സിസ് എന്ന വിളിപ്പേരുള്ള സഖ്യകക്ഷികളെ സജ്ജമാക്കി കഴിഞ്ഞു. ലബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകളും ഒരേ സമയം ആയുധമെടുത്തതോടെ പശ്ചിമേഷ്യ ഒന്നാകെ ഒരു വെടിമരുന്ന് ശാലയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് അവർക്ക് ആധുനികമായ F-35 വിമാനങ്ങൾ ഇല്ലല്ലോ എന്നായിരിക്കും. എന്നാൽ ഇറാൻ ആ കുറവ് നികത്തുന്നത് ലോകത്തെ അതിശയിപ്പിക്കുന്ന മിസൈൽ ടെക്നോളജിയിലൂടെയാണ്. ഇറാന്റെ ആയുധശേഷിയെ നമുക്ക് വിശദമായി തന്നെ ഒന്ന് തരംതിരിക്കാം. സെജ്ജൻ, ഇതാണ് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്ന മിസൈൽ. 2000 മുതൽ 2500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഖര ഇന്ധനം അഥവാ സോളിഡ് ഫ്യൂൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഇത് വിക്ഷേപിക്കാൻ സാധിക്കും. ശത്രുവിന്റെ റഡാറുകൾ തിരിച്ചറിയുന്നതിന് മുമ്പേ തന്നെ ഇത് ലക്ഷ്യസ്ഥാനത്ത് എന്തായാലും എത്തിച്ചേരും. ഖൊറം ഷഹർ, 1800 കിലോമീറ്റർ റേഞ്ചുള്ള ഇതിന് 1.5 ടൺ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുണ്ട്. ഒരു നഗരത്തെ മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാനും സാധിക്കും. ഖൈബർ ഷഗൻ അഥവാ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് സഞ്ചരിക്കാൻ ഈ പറയുന്ന ഖൈബർ ഷഗന് പ്രത്യേക കഴിവുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ ബഹിരാകാശത്തോളം ഉയർന്ന് താഴേക്ക് വരുമ്പോൾ ക്രൂസ് മിസൈലുകൾ ഭൂമിയോട് ചേർന്ന് പറക്കുന്നു. സൗമർ, 2500 കിലോമീറ്റർ പരിധിയുള്ള ഈ മിസൈൽ അമേരിക്കയുടെ ടൊമോഹാക് മിസൈലിനോട് കിടപിടിക്കുന്നതാണ്. താഴ്ന്നു പറക്കുന്നത് കൊണ്ട് റഡാറുകൾക്ക് ഇവയെ കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെയും അപേക്ഷിച്ച് ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ ഭൂഗർഭ താവളങ്ങളാണ്. 100 കണക്കിനടി താഴ്ചയിൽ മലനിരകൾക്കുള്ളിൽ അവർ കിലോമീറ്ററുകളോളം നീളുന്ന തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനെയാണ് മിസൈൽ സിറ്റികൾ എന്ന് വിളിക്കുന്നത്. ശത്രു രാജ്യങ്ങൾ ഇറാന്റെ വ്യോമത്താവളങ്ങൾ തകർത്താലും ഈ തുരങ്കങ്ങൾക്കുള്ളിൽ സുരക്ഷിതമായിരിക്കുന്ന മിസൈലുകൾ ട്രെയിലുകളിലൂടെ വിക്ഷേപണ തറയിലെത്തിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പ്രത്യാക്രമണം നടത്താൻ ഇറാന് സാധിക്കും. അമേരിക്കയുടെ വമ്പൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും ഈ താവളങ്ങളെ തകർക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ യുദ്ധമുഖത്തെ ഏറ്റവും അപകടകാരിയായ ആയുധമാണ് ഡ്രോണുകൾ, അല്ലെ? ഇറാന്റെ ഷാഹിദ് 136 ഡ്രോണുകൾ ലോക പ്രശസ്തമാണല്ലോ. റഷ്യ ഉക്രൈൻ യുദ്ധത്തില് റഷ്യ ഉപയോഗിച്ച ഈ ഡ്രോണുകൾ ഇസ്രയേലിന് നേരെ 100 കണക്കിന് എണ്ണം ഒരേ സമയം വിക്ഷേപിച്ചാല് ഇസ്രയേലിന്റെ അയൺ ഡോം ഉണ്ടല്ലോ പരാജയപ്പെട്ടു പോകും. കാരണം കോടിക്കണക്കിന് രൂപ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിലുള്ള ഡ്രോണുകളെ വെടിവെച്ചിടുക എന്നത് പ്രായോഗികമായിട്ടുള്ള ഒന്നല്ലല്ലോ. ഈ പോരാട്ടം കരയിലും ആകാശത്തും മാത്രമായി ഒതുങ്ങുകയുമില്ല. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ഞരമ്പായ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലുമാണ്. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ 20 മുതൽ 30% ഈ ഇടുങ്ങിയ കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. ഇറാൻ ഇത് ഉപരോധിച്ചാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. പ്രമുഖ കമ്പനിയായ മേസ്ക് ഇതിനകം സർവീസ് നടത്തിയത് സൂചിപ്പിക്കുന്നത് ആഗോള വിതരണ ശൃംഖല തകരാൻ പോകുന്നു എന്നാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഇന്ത്യയും പശ്ചിമേഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണല്ലോ. അപ്പോൾ പ്രവാസികളുടെ സുരക്ഷ പരിശോധിച്ച ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് 90 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട്. ഇറാൻ ഗൾഫിലെ US താവളങ്ങളെ ആക്രമിച്ചാൽ അവിടെയുള്ള ഇന്ത്യക്കാരുടെ ജീവിതം അപകടത്തിലുമാകും. എണ്ണവിലയും പണപ്പെരുപ്പവും എടുത്തു നോക്കിയാൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഭൂരിഭാഗവും വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്.
യുദ്ധം കടുക്കുമ്പോൾ ഇന്ത്യയിൽ പെട്രോൾ വില 150 മുതൽ 200 രൂപ വരെ ആകാൻ സാധ്യതയുണ്ട്. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കും. തന്ത്രപരമായ നിക്ഷേപങ്ങൾ നോക്കിയാൽ ഇറാന്റെ ചബഹാർ തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ്. മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടവുമാണിത്. ഈ യുദ്ധം ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ അത് ഇന്ത്യയുടെ വമ്പൻ വ്യാപാര സ്വപ്നങ്ങൾക്കുള്ള തിരിച്ചടിയായിരിക്കും. ഇനി ഭാരതത്തിന്റെ നിലപാടിലേക്ക് വരാം. ഇന്ത്യക്ക് ഇസ്രയേലുമായി അടുത്ത പ്രതിരോധ ബന്ധമുണ്ട്. അതേസമയം ഇറാനുമായിട്ട് ഊർജ തന്ത്രപരമായ ബന്ധവുമുണ്ട്. ഈ രണ്ട് പക്ഷത്തും ഇല്ലാതെ സമാധാനത്തിന് വേണ്ടി നിൽക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഇറാൻ നേരിട്ട് ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ നിഴൽ സൈന്യങ്ങൾ അഥവാ പ്രോക്സി സജീവമായിട്ട് കഴിഞ്ഞു. ഹിസ്ബുള്ള ലെബനനിൽ നിന്നും ഇസ്രയേലിന്റെ വടക്കൻ നഗരങ്ങളെയെല്ലാം തകർക്കാൻ ശേഷിയുള്ള 1.5 ലക്ഷം റോക്കറ്റുകൾ ഇവരുടെ പക്കലുണ്ട്. പിന്നെ ഹൂതികളിലേക്ക് വന്നാൽ ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇത് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തെ നേരിട്ട് ബാധിക്കും. US തങ്ങളുടെ വമ്പൻ പടക്കപ്പലായ USS എബ്രഹാം ലിങ്കണും മറ്റുമെല്ലാം ഈ മേഖലയിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇസ്രയേൽ തങ്ങളുടെ എയർഫോഴ്സിനെ സജ്ജമാക്കിയിരിക്കുകയുമാണ്. മറുവശത്ത് ഇറാൻ തങ്ങളുടെ രഹസ്യ ആണവ പദ്ധതികൾ വേഗത്തിലാക്കിയേക്കാം എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം തകിടം മറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഖമേനിയുടെ വധത്തിന് ശേഷമുള്ള പ്രതികാരം വെറുമൊരു മിസൈൽ ആക്രമണത്തിൽ ഒതുങ്ങില്ല. അത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെ അതിർത്തികൾ വരെ മാറ്റിവരച്ചേക്കാം. ജോർദാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ആരുടെ ഭാഗം ചേരുമെന്നത് നിർണായകവുമാണ്. നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ ദുരന്തത്തിന്റെ പടിവാതിലാണ്. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മതിയാകൂ. പശ്ചിമേഷ്യയിൽ വീഴുന്ന ഓരോ ബോംബും ലോകത്തിന്റെ സമാധാനത്തെയാണ് തകർക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വിദേശ വാർത്തയല്ല, നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇറാന്റെ മിസൈൽ നഗരങ്ങളിൽ നിന്നും ഇസ്രയേലിന്റെ അയൺ ഡോമുകളിൽ നിന്നും ഉയരുന്ന ഒരു പുക അതെന്നടങ്ങുമെന്ന് ആർക്കും അറിയില്ല. ഖമേനിയുടെ വധം ഇറാന്റെ അന്ത്യമാണോ അതോ ഒരു പുതിയ ഇസ്ലാമിക വിപ്ലവത്തിന്റെ തുടക്കമാണോ? നിങ്ങൾ എന്ത് കരുതുന്നു? അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ഈ നീക്കം ശരിയാണോ? അതോ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണം മേഖലയെ നശിപ്പിക്കുമോ? ഇന്ത്യ ഈ വിഷയത്തിൽ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വിഷയത്തിലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായും മടികൂടാതെ അറിയിക്കുക. പിന്നെ എല്ലാ അപ്ഡേറ്റുകളും വേഗത്തിൽ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. എന്തായാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.